അധ്യാപക സംഘടനയെ തന്നെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ അധ്യാപകരുടെ നിന്നുണ്ടായത്. ഒരു നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോയതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. LDF സർക്കാർ ഉള്ള സമയത്തുള്ള നിയമനമാണ് നടന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം നിയമനം നടത്തിയിട്ടില്ല, ഇനി നടത്താൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ വന്നിരിക്കുന്ന ഇതിന്റെ ജില്ലാ ചാർജുള്ള ആള് CPM-ന്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. അവർക്കൊക്കെ ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്നത്തെ ഭരണസമിതി അന്വേഷണം നടത്താത്തതിനെ കൊണ്ടാണ് ഇത് ഇത്രയും കാലം ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ്. നമസ്കാരം. പേരാമ്പ്ര BRCയിലെ അധ്യാപകരെ ലഹരി മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട പോലീസും ഡാൻസ് ഓഫ് സംഘവും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ തന്നെ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പം നമ്മളോടൊപ്പം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയുണ്ട്. ചേച്ചി, ഇപ്പം 3 സ്ത്രീകൾ അതും അധ്യാപകരാണ് ഈ ഒരു കേസിൽ പെട്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ കണ്ണികളുണ്ട് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ എന്താണ് ചേച്ചിയുടെ ബ്ലോക്കിലാണ് സംഭവിച്ചിരിക്കുന്നത്? ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് BRC ഉള്ളത്. അവിടെ ഇത്തരത്തിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു രീതിയിൽ അധ്യാപക സംഘടനയെ തന്നെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ അധ്യാപകരുടെ നിന്നുണ്ടായത്. അതിനെന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കണം, അന്വേഷിക്കണം. അത് ഇനിയും ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അവരെയും കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പൊ BRCയിലെ അധ്യാപകർ ഇവർ താൽക്കാലിക നിയമനമായിരുന്നല്ലോ, അപ്പൊ ഇവരെ നിയമിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണോ? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അല്ല, മേലെ നിന്നുള്ള ഇതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാർ ഉള്ള സമയത്തുള്ള നിയമനമാണ് നടന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം നിയമനം നടത്തിയിട്ടില്ല, ഇനി നടത്താൻ പോകുന്നതേ ഉള്ളൂ. അതുവരെ 10 വർഷം LDFന്റെ സർക്കാർ ആണ് നിയമനം നടത്തിയത്. പഞ്ചായത്ത് കൃത്യമായിട്ട് അന്വേഷിക്കാത്ത, അല്ലെങ്കിൽ ആ സമയത്ത് നിലവിലുള്ള ഗവൺമെന്റ് കൃത്യമായിട്ട് അന്വേഷിക്കാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും. അന്വേഷിക്കാത്തതിനെ കൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രശ്നം. ഇപ്പം പുതിയ ഭരണസമിതി സർക്കാർ തന്നെ ഏറ്റെടുത്തതിന് തൂഫാൻ എന്ന പദ്ധതി ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ അന്വേഷണത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അന്നത്തെ ഭരണസമിതി അന്വേഷണം നടത്താത്തതിനെ കൊണ്ടാണ് ഇത് ഇത്രയും കാലം ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇവർ അധ്യാപകരാണെന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ വളരെ ഗൗരവം. കാരണം കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരാണ്. അപ്പൊ അത് വളരെ ഗൗരവം ഉണ്ടാക്കുന്നില്ല. ഇവർ പഠിപ്പിച്ച സ്കൂളുകളെ സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടോ? എല്ലായിടത്തും ഇപ്പൊ ഇവര് കിട്ടിയതിന് ശേഷം ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇതിന്റെ കണ്ണികളായിട്ടുണ്ടെന്ന്, അവരെയും കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. കാരണം അത്രേ നമ്മുടെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന, അവർ തന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു നല്ല അധ്യാപകരുണ്ട്, അവരെയും കൂടി പിന്നെ പേരിന് ദോഷം വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സമീപനം. ഇപ്പം നിങ്ങൾ പൊതുപ്രവർത്തകരാണ്. ഇപ്പൊ ഞാൻ BRCയിലേക്ക് കയറി ചെന്ന സമയത്ത് അവര് ഒരു സംസാരിക്കാൻ അവര് വളരെ വിമുഖത കാണിക്കുന്നുണ്ട്. അവർ വലിയ വിഷമത്തിലാണ് ഇവിടെയുള്ള ആളുകൾ, അല്ലേ? തങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് ഇത്രയും കാലം ചെയ്തതെന്നുള്ളത്. കാരണം വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കേണ്ട അധ്യാപകരാണ് ഇതിന് നേതൃത്വം നൽകിയത്. നമ്മളൊക്കെ എപ്പോഴും കാണുന്ന അധ്യാപകന്മാരെ വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത്ര തരത്തിലുള്ള ആളുകളൊക്കെ ഈ ലഹരി മരുന്നിൻ്റെ പ്രചാരകരായി മാറുക എന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഏറ്റവും ദോഷമുള്ള കാര്യമാണ്. കാരണം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ലഹരിക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോയതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലം പേരാമ്പ്രയും കഴിഞ്ഞ കുറെ കാലം LDF ആയിരുന്നു, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഭരണം മാറി. അപ്പൊ ഇത്തരം നിയമനങ്ങളൊക്കെ, താൽക്കാലിക നിയമനങ്ങളൊക്കെ നടക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഭരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ. അതെ, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള നിയമനങ്ങളാണ് ഇവിടെ നടന്നതൊക്കെ തന്നെ. ഇവിടെ ഈ BRCയുടെ ചാർജ് ഉണ്ടായിരുന്ന ആള് തന്നെ CPM-ന്റെ പഴയകാല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അതുപോലെ തന്നെ CPM-ന്റെ നേതാവാണ്. ഇതിൽ വന്നിരിക്കുന്ന ഇതിന്റെ ജില്ലാ ചാർജുള്ള ആള് CPM-ന്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. അവർക്കൊക്കെ ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതുവരെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. വലിയ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇത്തരത്തിലുള്ള അധ്യാപകരെ ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ അത് വളരെ ഗുരുതരമായ സമൂഹത്തില് ഏറ്റവും നന്നായി ജനങ്ങളെ സേവിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും നന്നായി കുട്ടികൾക്ക് അക്ഷരം പകർന്നു നൽകേണ്ട അധ്യാപകന്മാർ ഈ ലഹരിയുടെ വക്താക്കളായി മാറുമ്പോൾ സമൂഹം കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂളുകളിലൊക്കെ വെച്ച് ലഹരിക്കെതിരായി ശക്തമായ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ടീച്ചർമാർ. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സൂംബ ഡാൻസ് അടക്കം നടത്തിയ ആളുകളാണ് ഇന്ന് പിടിക്കപ്പെട്ട ആളുകൾ. ഇപ്പൊ 3 ആളെ മാത്രമാണ് പിടിക്കപ്പെട്ടത്. ഇനിയും ഇതിന്റെ കണ്ണികൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിന് പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയാണെങ്കിലും ശരി മറ്റ് പൊതുപ്രവർത്തകരാണെങ്കിലും ശരി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകരാണ് ഇത്തരത്തിൽ ലഹരിയുടെ കണ്ണികളായി മാറുന്നത്. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗതി എന്താവും എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ ഭാവി തലമുറയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അതിന്റെ കൂടെ തന്നെ ഇവർ പറയുന്നൊരു കാര്യം, ഇത്തരം BRCയിലെ താൽക്കാലിക നിയമനങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങളാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഈ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ അവർ കൃത്യമായ ഒരു അന്വേഷണം നടത്താത്തതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ചില ഇത്തിൽ കണ്ണികൾ ഈ BRCക്കകത്ത് കടന്നുകൂടിയത് എന്നുള്ള ചോദ്യം കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. എല്ലാ അധ്യാപകരെയും ഇവർ അടച്ചു പറയുകയില്ല, പക്ഷേ ഇത്തരം കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടതുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൂടെ ഭരിച്ചിരുന്നവർ എന്നുള്ളത് കൂടിയാണ് ഇവർ സൂചിപ്പിക്കുന്നത്.